വാർത്താദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇസ്രായേലിന്റെ നാശനഷ്ടത്തിന്റെ കണക്ക് ഒന്നൊന്നായി പുറത്തുവരുന്നു. 12 ദിവസം നീണ്ടുനിന്ന ആക്രമണത്തിന് വിരാമമായപ്പോൾ ഇസ്രായേലിൽ മൂടിവെച്ച നാശനഷ്ടത്തിന്റെ കണക്ക് പുറത്തു വന്നു തുടങ്ങി. 29 മരണം ഇസ്രായേൽ ഭരണകൂടം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരുടെ കണക്ക് 3000-ൽ അധികമാണ്. ഇതിൽ ഏതാനും പേർ ഗുരുതരാവസ്ഥയിലാണ്. ഇതുകൂടാതെ തന്ത്രപ്രധാന സ്ഥാപനങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉണ്ടായ നാശനഷ്ടം അതിഭയാനകമാണ്. ഏകദേശം 50,000-ഓളം വീടുകളും ബിസിനസ് സ്ഥാപനങ്ങളും തകർന്നതിനോടൊപ്പം ആയിരങ്ങൾ ഭവനരഹിതരായെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. വീടും സ്ഥാപനങ്ങളും നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ കൂട്ടധനസമാഹരണവും ഇസ്രായേൽ തുടങ്ങിയിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ടെൽ അവീവിലെ സൈനിക പ്രതിരോധ ആസ്ഥാനം, ബീർഷെബയിലെ സൊറാക്കോ മെഡിക്കൽ സെന്റർ, ബഹുനില കെട്ടിടങ്ങൾ, ഹൈഫയിലെ എണ്ണ ശുദ്ധീകരണശാല, ബീസ്മാൻ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കെട്ടിടം എന്നിവയ്ക്ക് എല്ലാം സാരമായ കേടുപാടുകൾ പറ്റി. മൊത്തത്തിൽ 10,600 പേർ ഭവനരഹിതരായി എന്നാണ് ഇസ്രായേൽ സർക്കാർ ഔദ്യോഗികമായി അറിയിക്കുന്നത്. അതിനും എത്രയോ അധികമായിരിക്കും യഥാർത്ഥ കണക്ക്. ആകെ 550 ബാലിസ്റ്റിക് മിസൈലുകളും 1000-ഓളം ഡ്രോണുകളുമാണ് ഇറാൻ ഉപയോഗിച്ചത് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതിൽ 90% തകർത്തു എന്നും പറയുന്നു. ജനവാസ മേഖലകളിൽ ആകെ 31 ബാലിസ്റ്റിക് മിസൈലുകളാണ് പതിച്ചതെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. യുദ്ധത്തിലുടനീളം പൗരന്മാർക്ക് 21,000 അലർട്ടുകൾ അയച്ചെന്ന് ഇസ്രായേൽ ഹോം ഫ്രണ്ട് കമാൻഡ് അറിയിച്ചു. ഇറാൻ ഇപ്പോൾ അവരുടെ കൈവശമുള്ള വൻ മിസൈൽ ശേഖരത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് വൻ ഞെട്ടൽ ഉളവാക്കിയിരിക്കുകയാണ്.